വർക്ക് കണ്ടില്ല, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം. അതിന് മുന്നേ ഇന്നലെ ഞാൻ PPE കാര്യം പറഞ്ഞു. PPE എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഹെൽമെറ്റ്, ഇയർ മഫ് ഞാൻ പറഞ്ഞു, എഞ്ചിൻ റൂമിൽ ഭയങ്കര സൗണ്ടാണ്. ആ സൗണ്ടിൽ നിന്ന് നമ്മുടെ എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ ഡെസിബലിൻ്റെ മേലെ സൗണ്ട് പോയി കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ ഡയഫ്രഗ് അടിച്ചു പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇയർ മഫ് യൂസ് ചെയ്യുന്നത്. ഗോഗിൾസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ റൂമിൽ എല്ലാ മിക്ക മെഷീനറീസും വർക്ക് ചെയ്യുന്നത് പ്രഷറൈസ് ആയ പൈപ്പ് ലൈൻസിൽ കൂടെയാണ്. അതായത് വാക്വം -1 ബാർ മുതൽ ഏകദേശം 500-600 ബാർ വരെ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന മെഷീനറീസ് ഉണ്ട്. അപ്പോൾ എങ്ങാനും എവിടെയെങ്കിലും ഒരു ലീക്ക് വന്നു കഴിഞ്ഞാൽ, അതേമാതിരി ടെമ്പറേച്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് -15 മുതൽ ഏകദേശം 400-500 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റമുണ്ട്. അപ്പോൾ എവിടെയും എന്തെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് അതേമാതിരി കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോഗിൾസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇയർ മഫ് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇയർ പ്ലഗ്സ് ഉണ്ട്. അതേമാതിരി PPE എന്ന് പറയുമ്പോൾ ബോയിലർ സ്യൂട്ട് ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്, സേഫ്റ്റി ഷൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി പെർട്ടിക്കുലർ മെഷീനറി ഹൈ വോൾട്ടേജിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് പ്രത്യേക വേറെ ഗ്ലൗസും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വർക്ക് എന്താണെന്ന് കാണാം. ഇത് നമ്മുടെ ജനറേറ്ററിൻ്റെ സിലിണ്ടർ ഹെഡാണ്. സിലിണ്ടർ ഹെഡിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ സ്ലീവ് നമ്മൾ ടോപ്പ് ലൈറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ കൂടെ ഉള്ളത് ഫിറ്ററാണ്. ഫിറ്റർ ഫിലിപ്പീൻസ് എന്നാണ് ആൾ. അപ്പോൾ നമ്മുടെ ഷിപ്പ് എന്ന് പറയുന്നത് മിക്സ്ഡ് ക്രൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്.